ഹലോ കൂട്ടുകാരെ, ഇന്നലെ നമ്മൾ ഒരു ഫിലിപ്പീൻ മൂവിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ അതല്ല, ഒരു ഇന്തോനേഷ്യൻ ഹൊറർ പടമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പടത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ പേടിപ്പിച്ച് മുൾമുനയിൽ നിർത്തുന്ന ഒരു ജാതി പടമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ക്ലൈമാക്സിൽ സംഭവിക്കുക. ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1943 കാലഘട്ടമാണ്. ഡച്ച് വംശജര് ഇന്തോനേഷ്യയിൽ കോളനിവൽക്കരണം നടത്തിയതിനെ തുടർന്ന് അവിടെയുള്ള സോൾജേഴ്സ് മൊത്തം ഇപ്പൊ ഈ ഒരു ഡച്ച് വംശജരായിട്ടുള്ള ഇവാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും അതിന്റെ അനുയായികളെയും തേടി ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. തന്റെ കൂടെയുള്ളവരെ എല്ലാം തന്നെ ഇവാന സേഫ് ആക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സോൾജേഴ്സ് തീർക്കുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ അവിടെ റൂമിൽ പൂട്ടിയിട്ട ശേഷമാണ് ഇവാന പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഈ സോൾജേഴ്സ് ഇവാനെ പിടികൂടുകയും പുറത്തേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ സഹോദരൻ അവളെയും രക്ഷപ്പെടുത്തി അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴാണ് ഒരു ദയവും കൂടാതെ ആ ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഇവർക്ക് നേരെ നിറയൊഴിക്കുകയാണ്. പിന്നീട് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമല്ല. ഈ ഒരു സീൻ കട്ടായിട്ട് പ്രകൃതി മനോഹരമായിട്ടുള്ള ഇന്തോനേഷ്യയിലെ ജക്കാർത്ത എന്ന് പറയുന്ന ഗ്രാമം കാണിക്കുന്നു. ഈ ബസ്സിലാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള അംബറും അവളുടെ അനിയനായിട്ടുള്ള ഡിക്കയും വരുന്നത്. തറവാട്ട് വീട്ടിലേക്കാണ് രണ്ടുപേരുടെയും യാത്ര. അംബറിന് കാഴ്ചശക്തിയില്ല, പക്ഷെ കാണാനായിട്ട് കഴിയും. എല്ലാം തന്നെ ബ്ലറി ആയിട്ടുള്ള വിഷൻസ് ആയിരിക്കും. ഇവരിങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അംബർ ബസ്സിന്റെ ഏറ്റവും പുറകിലത്തെ സീറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരൊക്കെയോ ഇരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അവൾ അപ്പൊ തന്നെ അത് അനിയനോട് പറയുകയും ചെയ്തു. ഇല്ല ചേച്ചി, അവിടെ ആരും ഇരിക്കുന്നില്ല എന്നാണ് ഡിക്ക പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ അംബറിന് കാഴ്ചശക്തി ഇല്ലെങ്കിലും പ്രേതങ്ങളെയൊക്കെ കാണാനുള്ള, അതും ആ ബ്ലറി ആയിട്ടുള്ള വിഷൻസ് ഒക്കെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു തറവാട്ടിലേക്ക് പോകാനുള്ള വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവർ അങ്ങോട്ടേക്ക് കടക്കുമ്പോൾ തന്നെ ഒരുപാട് കാറുകൾ അവിടെ നിന്നും പോകുന്നുണ്ട്. എല്ലാ റിലേറ്റീവ്സും ഇവരെ കാത്തു നിൽക്കുകയാണ്. ദേ കാണുന്നതാണ് അഗൂസ്, അംബറിന്റെ കസിനാണ്. പുറകിൽ നിൽക്കുന്നത് വാദി. അങ്ങനെ അഗൂസും വാദിയും കൂടി ചേർന്നിട്ട് ഇവർക്ക് താമസിക്കാനായിട്ടുള്ള ആ ഒരു റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വലിയൊരു വീടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവ് സമയങ്ങളിൽ ബാക്കിയുള്ളവർക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. ആ ഒരു താമസക്കാരാണ് ഇപ്പൊ കുറച്ചു നേരത്തെ ആ ഒരു കാറിൽ പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം പെരുന്നാളാണ്. അപ്പൊ എല്ലാ കുടുംബക്കാരും വന്നിട്ടുണ്ട്. ഇനി ഇവരെ കൊണ്ടുപോകുന്നത് അടുക്കളയിലേക്കാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവരുടെ കുടുംബം മൊത്തം ഒത്തുകൂടുന്നത്. അതുകൊണ്ട് തന്നെ അഗൂസ് ഇപ്പോ നമ്മുടെ അംബറിനെയും ഡിക്കയും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഗ്രാൻഡ് മദർ ആയിട്ടുള്ള അനിയും അതുപോലെ തന്നെ അഗുങ്ങും അവിടെ ഉണ്ടായിരുന്നു. വാദി എന്ന് പറയുന്ന റിലേറ്റീവ് എന്തോ ആവശ്യത്തിനായിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ്. ഇവരോടത്തൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് അവർ പോയത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ആർത്തർ വരുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇച്ചിരി ഫ്രീക്കൻ ചെക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. സകല ഉടായ്പും അവന്റെ കയ്യിലുണ്ട്. എന്നപാടെ ആംബറിനെ വീഴ്ത്താനായിട്ടാണ് അവൻ നോക്കുന്നത്. അങ്ങനെ എല്ലാവരും കൊച്ചു വർത്താനം വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു വൈകിട്ട് സമയമായപ്പോഴത്തേക്കും വീട്ടിലെ അപ്പാപ്പനും പിള്ളേരൊക്കെ കൂടി ചേർന്ന് ഭയങ്കര കളിയാണ്. ക്രിസ്ബി എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നവളാണ് റീന. അസൂയുടെയും കുശുവിന്റെയും നിറകുടമാണ്. അഗൂസിന്റെ ഭാര്യയാണ്. അഗൂസ് ഇപ്പോ നമ്മുടെ അംബറിനെ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. സംശയരോഗം തലയ്ക്ക് പിടിച്ച നമ്മുടെ റീനയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് പോകുന്നേയില്ല. അവൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അഗൂസ് എങ്ങനെയാണ് അംബറിന്റെ അടുത്ത് പെരുമാറുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. അഗൂസ് ആകട്ടെ ആ ഒരു വീട്ടിലെ ഇന്റർകോം സിസ്റ്റം ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അംബറിന്റെ ദേഹത്ത് നമ്മുടെ അഗൂസ് ഒന്ന് കൈവച്ചു എന്ന് കണ്ടപ്പോ തന്നെ റീന അടുക്കളയിൽ ഉണ്ടായിരുന്ന പാത്രം തറയിലേക്കാണ്ട് ഒറ്റയിടല്. അതോടുകൂടി അഗൂസ് അങ്ങോട്ടേക്ക് ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പൊന്നിയെന്ന്. ഒന്നുമില്ല പൊന്നെ, അവളുടെ ദേഹത്തെന്തിനാ നിങ്ങൾ കയറി പിടിക്കുന്നേ എന്നാണ് റീന ഇപ്പൊ അവന്റെ അടുത്ത് ചോദിക്കുന്നത്. എടി, നീ അങ്ങനൊന്നും വിചാരിക്കല്ലേ. അവൾ എന്റെ കൂട്ടത്തില് ചെറുപ്പത്തില് കളിച്ചു പറഞ്ഞ ഒരു പാവ കുട്ടിയാണ്. കാഴ്ചയില്ലാത്ത കുട്ടിയല്ലേ. ആ കുട്ടിയൊക്കെ ഓക്കെ, പക്ഷെ നിങ്ങൾ അവളുടെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു വിധത്തിലാണ് അഗൂസ് തന്റെ ഭാര്യയായിട്ടുള്ള റീനയെ പറഞ്ഞ് മനസ്സിലാക്കിയത്. മറുവശത്ത് പുറത്ത് വിറക് വെട്ടായിരുന്ന അപ്പൂപ്പന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി എടുക്കാനായിട്ട് നമ്മുടെ ദീക്ക പോയപ്പോ അപ്പൂപ്പൻ വഴക്ക് പറഞ്ഞു. പകരം അവന്റെ കൂടെ ഫ്രിസ്ബി കളിക്കാനായിട്ട് അപ്പൂപ്പൻ കൂടി. പക്ഷെ ഒരൊറ്റ ഏറ് എറിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഫ്രിസ്ബി നേരെ തെറിച്ച് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും മഴയും പെയ്തു. എല്ലാവരും വേഗം വീട്ടിലേക്ക് കയറിക്കേ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡിക്കയാകട്ടെ ആ ഒരു ഫ്രിസ്ബി എടുക്കാനായിട്ട് ആർത്തറിനെയും കൂട്ടിയിട്ട് ആ ഒരു ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. നമുക്ക് ഈ മഴയൊക്കെ മാറിയിട്ട് എടുത്ത പൊരട ചെക്ക, ഇപ്പൊ തന്നെ എടുക്കണം എന്നാണ് നമ്മുടെ ദിക്ക പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് നമ്മുടെ അംബർ മനസ്സിലാക്കി. അവൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊടയും എടുത്തുകൊണ്ട് ഇപ്പൊ മഴയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവളും ഈ ഒരു ഔട്ട് ഹൗസിലേക്കാണ് വരുന്നത്. ഒരുപാട് കാലം പഴക്കമുള്ള പല വസ്തുക്കളും ഈ ഒരു ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നു.
എല്ലാം വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് ഇവർ മൂന്ന് പേര് നോക്കി കാണുന്നത്. ഇതിനിടയിൽ ആർത്തനാണെന്നുണ്ടെങ്കിൽ ആംബറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, അതോ നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലേ? പെട്ടെന്നാണ് സാധനങ്ങൾ നോക്കി നടക്കുന്നത് നമ്മുടെ ആംബർ ഫ്ലോറും തകർന്നിട്ട് താഴെ ഉണ്ടായിരുന്ന നിലവറയിലേക്ക് വീഴുന്നത്. എന്തോ ഭാഗ്യത്തിന് കാര്യമായിട്ടുള്ള പരിക്കൊന്നും ആംബറിന് പറ്റിയില്ല. ഇവള് വീഴുന്നത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഡിക്കയും ആർത്തറും നേരെ ഈ ഒരു സെല്ലാറിലേക്ക് ഇറങ്ങി, എന്നിട്ട് അവളെ സഹായിക്കുകയാണ്. ഇവർ ആ ഒരു സെല്ലാറിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒരു വലിയ പെട്ടി കണ്ടപ്പോ തന്നെ ആർത്തർ പറയുന്നുണ്ട്, ഇതിൽ നിറച്ച് ചിലപ്പോൾ സ്വർണ്ണമായിരിക്കും. മറുവശത്ത് കാഴ്ചയില്ലാത്ത നമ്മുടെ ആംബർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുറിയുടെ മറ്റു മൂലയ്ക്കായിട്ട് എന്തോ ഒന്ന് ഇരിക്കുന്നത് കാണുന്നുണ്ട്. അത് മൂടിയിട്ട നിലയില് അവരത് മാറ്റി നോക്കിയപ്പോ ഒരു തലയില്ലാത്ത സ്റ്റാച്യു ആയിരുന്നു അത്. ഒറ്റ നോട്ടത്തിൽ ആര് കണ്ടാലും പേടിച്ചു പോകുന്ന ഒരു തരം സ്റ്റാച്യു. കളിമണ്ണ് കൊണ്ടാണ് ആ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പൊ മുകളിലേക്ക് കയറി പോകാൻ നിൽക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് കയറാനായിട്ട് നിൽക്കുന്ന നമ്മുടെ ആംബറാണ്. പക്ഷെ അവളുടെ പുറകിലായിട്ട് ഈ ഒരു കഴുത്തില്ലാത്ത പ്രേതം അവളെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, പക്ഷെ ആ ഒരു സ്റ്റാച്യു അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ നിലവറയിൽ നിന്ന് ഇവര് മൂന്ന് പേരും കൂടി ചേർന്ന് ഒരു പെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടുകാർക്ക് മൊത്തം ആ ഒരു പെട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒരുപാട് സോങ് കളക്ഷൻസും അതുപോലെ തന്നെ ഒരു ഡയറിയും ഉണ്ടായിരുന്നു. ഡയറി അപ്പൊ തന്നെ ഇവരുടെ അപ്പൂപ്പൻ എടുത്തോണ്ടും പോയി. എന്നിട്ട് അതിലൊരു ഫോട്ടോ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ഒരു ഡച്ച് വുമന്റെ ഡയറി ആയിരുന്നു അത്. നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഇവാന. കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വല്ലോടത്തൊന്നും എടുത്തോണ്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നും പറഞ്ഞ് അനിയമ്മൂമ്മ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഓമ അമ്മൂമ്മനൊക്കെ വഴക്ക് പറയുന്നുണ്ട്. നാളെ പെരുന്നാളാണ്, രണ്ടുപേരിങ്ങനെ വഴക്കുണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിലെ ആ ഒരു കാസറ്റ് ഇപ്പോൾ ഇവർ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഡാൻസ് കളിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ കറണ്ട് പോയി. പവർ കട്ട് ആണെന്നാണ് ഇവരുടെ എല്ലാവരുടെയും വിചാരം. പക്ഷെ സംഭവം മറ്റൊന്നായിരുന്നു. കറണ്ട് ഒക്കെ വന്നതിന് ശേഷം എല്ലാവരും പോയി കിടന്നുറങ്ങി. അന്ന് നമ്മുടെ ഡിക്ക ഇപ്പൊ ചേച്ചിയായിട്ടുള്ള അംബറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ഒരു പാട്ട് വച്ചതിന് ശേഷമാണ് കറണ്ട് പോയത്, എന്തോ ഒരു ദുസൂചനയല്ലേ ചേച്ചി അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അംബർ പറയുന്നുണ്ട്, നിനക്ക് തോന്നാടാ ചെക്ക, നീ കിടന്നുറങ്ങാൻ നോക്ക്. ഇപ്പൊ ദേ പുലർച്ചെ ഏകദേശം 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട്. വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് പാവം റിനയാണ്. അതുകൊണ്ട് തന്നെ അവള് വളരെ നേരത്തെ എഴുന്നേൽക്കും. ഭർത്താവായിട്ടുള്ള നമ്മുടെ അഗൂസും അവളെ സഹായിക്കാനായിട്ട് ഇപ്പൊ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവളുടെ മുഖത്ത് നിറയെ പരിഭവമാണ്. ഏതു നേരം അംബറിന്റെ കൂടെയാണ് നിങ്ങള്, അവളൊരു പാവം കുട്ടിയല്ലേ, കണ്ണ് കാണാത്ത കുട്ടി, നീ അങ്ങനൊന്നും വിചാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അഗൂസ് ഇപ്പോ നമ്മുടെ റീനയെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും കൂടി സ്നേഹപ്രകടനം നടത്തുമ്പോഴാണ് പെട്ടെന്ന് അവിടെ അടുക്കള വാതില് തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇതാരെ ഇപ്പൊ തുറന്നേ, എന്തായാലും നമുക്ക് റൂമിലേക്ക് പോകാൻ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അഗൂസിനെയും കൂട്ടി റൂമിലേക്ക് പോയി. അന്ന് രാത്രിയായിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് നമ്മുടെ ആംബറിന് ഉറക്കമേ വരുന്നില്ല. പെട്ടെന്നാണ് അവിടുത്തെ ഇന്റർകോം ശബ്ദിക്കുന്നത് അവൾ കേൾക്കുന്നത്. അവൾ അങ്ങനെ കറണ്ട് പോയിട്ടും എങ്ങനെയാണ് ഈ ഒരു ഇന്റർകോം വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അതിനടുത്തേക്ക് പോയിട്ട് ആരാണ് സംസാരിക്കുന്നതെന്ന് നോക്കുകയാണ്. അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒട്ടും പരിചയമില്ലാത്ത ഒരു സൗണ്ട്. ഇവളങ്ങനെ ആ ഒരു ശബ്ദം അടുക്കളയിൽ നിന്നാണ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ എന്തോ ഒരു പാട്ട് കേൾക്കുന്നു. ഇവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ തന്നെ ഇവൾക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതായത് പണ്ട് കാലത്ത് 1943 കാലഘട്ടത്തിലേക്ക് അവൾ പോയിട്ടുണ്ട്. അവൾക്ക് വ്യക്തമായിട്ട് കണ്ണ് കാണാം. അവളുടെ മുമ്പിലായിട്ട് ഇവാനെയും അവളുടെ സഹോദരനും ഇപ്പൊ കിടക്കുന്നുണ്ട്. ആ ഒരു സംഭവം നടക്കുന്ന അതേ കാര്യങ്ങളൊക്കെ അവളിപ്പോ ഒരു വിഷൻ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആംബറിന്റെ അനിയനായിട്ടുള്ള ഡിക്ക അങ്ങോട്ടേക്ക് വരുന്നത്. ഡിക്കയ്ക്ക് ഒറ്റ കിടക്കാൻ പേടിയാണ്, അതുകൊണ്ട് കൂടെ നമ്മുടെ ആംബറും കിടക്കുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു ഗ്രാമഫോണ് തനിയെ ഓണാവുന്നത്. മരിച്ചുപോയ ഡച്ച് യുവതിയായ ഇവാനയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ ഗ്രാൻഡ്മയായിട്ടുള്ള അനിക്ക് ഉറക്കം വരുന്നില്ല. പുള്ളിക്കാരി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട്, ഈ പിള്ളേരിതൊന്ന് ഓഫ് ചെയ്യാൻ മറന്നുപോയോ, എന്ത് പണ്ടാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർകോമിലൂടെ മറ്റുള്ളവരോട് ഇത് ഓഫ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കുറെ നേരമായിട്ട് ഇത് ഓഫ് ആക്കുന്നില്ല. അങ്ങനെ ഹാളിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ഗ്രാൻഡ്മ ആ ഒരു ഗ്രാമഫോൺ ഓഫ് ആക്കിയിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും ആ ഒരു ഗ്രാമഫോൺ തനിയെ ഓൺ ആവുകയാണ്. ഈ ഒരു ഗ്രാൻഡ്മയാകട്ടെ വീണ്ടും വന്നിട്ട് ഇത് ഓഫ് ആക്കും. എന്നിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും ഇത് ഓണാവും. അങ്ങനെ ഒരു പ്രാവശ്യം കൂടി ഓഫാക്കി. പിന്നെ നോക്കിയപ്പോൾ അത് ഓണാവുന്നില്ല. പക്ഷേ നേരെ തിരിച്ച് അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ വീണ് പൊട്ടുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. പുള്ളിക്കാരി അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഒരു ഷെൽഫിലുണ്ടായിരുന്ന പാത്രങ്ങൾ മൊത്തം ഇപ്പൊ നിലത്ത് വീണിട്ടുണ്ട്. പാവം ഈ ഒരു അമ്മമ്മ അതൊക്കെ എടുത്തു വെക്കുകയാണ്. പെട്ടെന്ന് ഈ ഒരു പ്ലേറ്റ് എടുക്കുന്നതിന്റെ ഇടയിൽ പുള്ളിക്കാരുടെ തൊട്ടു മുമ്പിലായിട്ട് ഒരു കറുത്ത കാല് കാണുകയാണ്. പ്രേതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു അമ്മമ്മ അപ്പൊ തന്നെ അവിടുന്ന് ഓടിപ്പോവാണ്. ആ ഒരു വരാന്തൂരിലൂടെ ഒക്കെ ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുളിമുറിയിൽ ഒളിച്ചു. പക്ഷെ
ഈ ഒരു പ്രേതം ഈ ഒരു അമ്മൂമ്മേനെ പിടികൂടാണ്. എന്നിട്ട് കൊങ്ങയ്ക്ക് കയറി പിടിച്ചേക്കാണ്. കണ്ണ് വരെ ഇപ്പൊ പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയായിട്ടുണ്ട്. ആ ഒരു അമ്മൂമ്മയുടെ കഥ അപ്പൊ തന്നെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഇതൊന്നും അറിയാതെ റിനി ഇപ്പൊ ഭർത്താവായിട്ടുള്ള അഗൂസിനെ വഴക്ക് പറയാണ്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ നേരത്തെ വിളിക്കാഞ്ഞേ? സമയം എന്തോരായിന്ന് അറിയോ? ഇന്നാണെന്നുണ്ടെങ്കിൽ പെരുന്നാളാണ്. പെരുന്നാൾ നമസ്കാരത്തിന് പോലും ആരും പോയിട്ടില്ല. അപ്പോഴേക്കും അടുക്കളയിലേക്ക് ആംബറും അതുപോലെ തന്നെ ഡിക്കയും വരുന്നുണ്ട്. ആംബർ അപ്പൊ അഗൂസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നലെ ആരായിരുന്നു ഇന്റർകോമിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? ഇത് കേട്ട് ദേഷ്യം പിടിച്ച റിനെ ആകട്ടെ അപ്പൊ പറയുന്നുണ്ട്, കറണ്ട് ഇല്ലാതെ എങ്ങനെയാ ഇന്റർകോം വർക്കാവുന്നത്? മറുവശത്ത് ഇവരുടെ അപ്പൂപ്പൻ ഒരു കാഴ്ച കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഈ ഒരു സ്റ്റാച്യു ആരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ? അതായത് ആ ഒരു തലയില്ലാത്ത സ്റ്റാച്യു ഇപ്പൊ ഇവരുടെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. ആർത്തൂർ ആണ് ഇത് ചെയ്തതെന്ന് അഗൂസ് പറയുന്നുണ്ട്. പക്ഷെ ആർത്തൂർ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. സത്യത്തില് ആ ഒരു സ്റ്റാച്യു തനിയെ അവിടെ വന്നിരുന്നതാണ്. ഇവരാർക്കും ഇതറിയില്ല. പക്ഷെ ആംബറിന് നല്ല സംശയം ഉണ്ടായിരുന്നു. അവൾ ആ ഒരു സ്റ്റാച്യുവിനെ തന്നെ നോക്കി നിൽക്കാനായിട്ട് തുടങ്ങി. ആംബറിന്റെ അപ്പൂപ്പനാകട്ടെ നേരത്തെ ആ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഡയറി ഇപ്പൊ വായിക്കാനായിട്ട് തുടങ്ങി. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ ഷോർട്ടായിട്ട് ഇപ്പൊ ആംബറിനോട് ഈ ഒരു അപ്പൂപ്പൻ പറയുകയാണ്. ഡച്ച് യുവതിയായ ഇവാനയുടെ ഡയറിയാണിത്. അവർക്ക് നേരിട്ട അനുഭവങ്ങളെല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി അവൾ കണ്ട ആ ഒരു വിഷൻസിനെ പറ്റി ഇപ്പൊ മുത്തച്ഛനോട് പറഞ്ഞു. അതായത് അവൾക്ക് പ്രേതങ്ങളെ കാണാനുള്ള കഴിവുണ്ടെന്ന് ഇപ്പൊ മുത്തച്ഛന് മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പെരുന്നാളായതുകൊണ്ട് തന്നെ പെരുന്നാൾ കോടിയൊക്കെ എടുത്തിട്ട് എല്ലാവരും അടുക്കളയിൽ നിന്നാണ് ഇപ്പൊ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. ആരും തന്നെ ഗ്രാൻഡ്മ അനിയെ പറ്റി അന്വേഷിക്കുന്നില്ല. ഒരാളുടെ കുറവുണ്ടല്ലോ എന്ന് ആർത്തൂർ ചോദിക്കുമ്പോഴാണ് അവർക്ക് ഗ്രാൻഡ്മയുടെ കാര്യം ഓർമ്മ വരുന്നത് തന്നെ. എല്ലാവരും നാലുപാടും തെരച്ചിൽ ആരംഭിച്ചു. ഗ്രാൻഡ്മ റൂമിലില്ലെന്ന് പറഞ്ഞ് റിനി ആകെ ടെൻഷൻ അടിച്ച് ഇപ്പൊ എല്ലാവരുടെ അടുത്തും വന്ന് പറയുന്നുണ്ട്, ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ ഇന്നലെ രാത്രി ഗ്രാൻഡ്മയ്ക്ക് പറ്റിയ ആ ഒരു അപകടം. ഇവരെല്ലാവരും നാലുപാട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആംബർ ആകട്ടെ ഇപ്പൊ വരാന്തയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവക്ക് കാഴ്ചശക്തിയില്ല, പക്ഷെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരു ബാത്റൂമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ രക്തവും ഉണ്ടായിരുന്നു. ആ ഒരു ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് അവൾ തെന്നിയടിച്ച് വീഴുകയാണ്. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഗ്രാൻഡ്മയുടെ തല കാണാനില്ല, ഉടല് മാത്രമേ അവിടെയുള്ളൂ. തല ആ ഒരു പ്രേതം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന എല്ലാ കുടുംബക്കാരും ഇപ്പൊ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കാണ്. നമ്മുടെ ഡിക്കി ആണെന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കാനായിട്ട് അപ്പൂപ്പൻ അവന്റെ കണ്ണടക്കം പൊത്തി പിടിക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അവനിപ്പോ ആകെ വിഷമിച്ചിരിക്കുമ്പോ നമ്മുടെ ആംബർ അവനെ സമാധാനിപ്പിക്കുകയാണ്. മറുവശത്ത് ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് പോകണമെന്നാണ് ആർത്തൂർ പറയുന്നത്. ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പോലീസ് വന്നതിന് ശേഷം മാത്രമേ എല്ലാവരും ഇവിടുന്ന് പോയാൽ മതി എന്നാണ് അഗൂസ് പറയുന്നത്. നമ്മൾ ഇവിടെ എത്ര നേരം നിൽക്കുന്നോ അത്രയും അപകടം പിടിച്ചതാണ്. കൊലയാളി ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഇത് പ്രേതമാണ് ചെയ്തതെന്ന് ഇപ്പോഴും ഇവർക്ക് അറിയില്ല. ഇന്ന് പെരുന്നാളാണ്, ദയവ് ചെയ്ത് വഴക്കുണ്ടാക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് റീന എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് ആ ഒരു ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്ന തലയില്ലാത്ത സ്റ്റാച്ചു ഇവർ റൂമിലേക്ക് മാറ്റിയിരുന്നു. അതിപ്പോ നമ്മുടെ ആർത്തൂർ നോക്കുമ്പോൾ കാണാനില്ല. അവൻ ഈ കാര്യം മുത്തശ്ശനോടും അതുപോലെ തന്നെ അഗൂസിനോടും പറഞ്ഞു. പക്ഷെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു സ്റ്റാച്ചു അവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ കള്ളം പറയുന്നത് നിർത്ത് എന്നാണ് അഗൂസ് ഇപ്പോ നമ്മുടെ ആർത്തൂറിന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ആർത്തൂർ പറയുന്നത് ശരിവെക്കുകയാണ് നമ്മുടെ ആംബർ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അഗൂസ് വിളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് എന്താണ് ഗ്രാൻഡ്മയ്ക്ക് പറ്റിയത്? അറ്റാക്ക് ആയിരുന്നോ? എവിടെയാണ് ബോഡി കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അഗൂസ് അയാളെയും കൂട്ടിയിട്ട് ആ ഒരു കുളിമുറിയിലേക്ക് പോവുകയാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണോ, ഇതെന്തിനാ മൂടിയിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തുണി പുള്ളിക്കാരൻ മാറ്റിയപ്പോൾ തന്നെ ആളാകെ പേടിച്ച് വിറച്ച് ഇപ്പൊ ഛർദ്ദിക്കുകയാണ്. കാരണം തലയില്ലാത്ത ഒരു ദേഹമാണല്ലോ. അങ്ങനെ പുള്ളിക്കാരൻ അപ്പൊ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. പേടിയെല്ലാം മാറ്റാനായിട്ട് പുള്ളിക്കാരൻ ഒരു സിഗരറ്റും വലിച്ചിട്ട് പുറകിലേക്ക് നോക്കുമ്പോഴാണ് ഈ ഒരു വണ്ടിയുടെ പുറകിലായിട്ട് തലയില്ലാത്ത ആ ഒരു പ്രേതം വരുന്നത് ഇയാൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഇയാൾ അകത്തേക്ക് പോയി. മറുവശത്ത് നമ്മുടെ ആംബർ ഇപ്പൊ എല്ലാവരോടും കൂടി അന്ന് രാത്രി അവൾ കണ്ട ആ ഒരു വിഷനെ പറ്റി പറയുകയാണ്. അത് കേട്ട ഉടനെ റീന അവളെ വഴക്ക് പറഞ്ഞു. ഈ അന്ധവിശ്വാസം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാമോ? ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പെട്ടെന്ന് തന്നെ കറന്റ് പോവാണ്. അവരിയ്ക്കുന്ന ആ ഹാളിന്റെ തൊട്ടടുത്തുള്ള മുറിയിലാണ് ഈ ഒരു സ്റ്റാച്യു ഉള്ളത്. ആ ഒരു സ്റ്റാച്യു ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡിക്കി ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിട്ട് ഇത് മറ്റുള്ളവരോടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ അംബറിന് ഉറപ്പായിരുന്നു ഡിക്ക പറഞ്ഞത് സത്യമാണെന്ന്. എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കാണ്. പെട്ടെന്നാണ് ആരും ഓണാക്കാതെ കറന്റ് പോലും ഇല്ലാതെ ആ ഇലക്ട്രിക് ഗ്രാമഫോൺ വർക്ക് ചെയ്യുന്നത്. അതെന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ ആംബർ അതിലിങ്ങനെ കാതോർത്തു.
പെട്ടെന്ന് തന്നെ അവൾ വീണ്ടും 1943 കാലഘട്ടം, അതായത് ആ ഒരു ഡച്ച് വനിതയായിട്ടുള്ള ഇവാനയെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചതിച്ചിട്ടാണ് ഇപ്പൊ ആ ഒരു പട്ടാളക്കാർക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആംബർ ലൈവായിട്ട് കാണുന്നുണ്ട്. അവൾ എങ്ങനെ ഈ ഓരോ റൂമിലും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഓരോ റൂമിലേക്ക് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അവൾ അങ്ങോട്ടേക്കൊക്കെ നടന്നു പോകുന്നുണ്ട്. ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്താ പ്രാന്താണ്, അവൾ എങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു അവൾക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാനുള്ള കഴിവുണ്ടെന്ന്. അങ്ങനെ ഓരോ സീനുകളും ഇവിടെ ഇവള് നേരിട്ട് കാണുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു ടോർച്ചിന്റെ വെട്ടത്തിലായിട്ട് ബാക്കിയുള്ളവരും ഈ റൂമിൽ പണ്ട് നടന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഷാഡോയിൽ ഇവർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ആ ഒരു സോൾജർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ഇവാന എന്ന് പറയുന്ന യുവതിയെ പെട്ടെന്ന് തന്നെ അറഞ്ചും പുറഞ്ചും അടിച്ച് വശം കെടുത്താണ്. ശേഷം അവളുടെ കഴുത്ത് അങ്ങോട്ടേക്ക് കണ്ടിച്ചു കളയാണ്. അതിനു മുമ്പായിട്ട് തന്നെ ഈ ഒരു ഇവാന വളരെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, എന്റെ ഓരോ തുള്ളി ചോരയ്ക്ക് ഞാൻ കണക്ക് ചോദിക്കും, ഓർത്തു വെച്ചോ എല്ലാവരും എന്ന്. അതിനുശേഷമാണ് ഈ ഒരു സോൾജർ അവളെ തീർത്ത് കളയുന്നത്. അങ്ങനെ ഈ ഒരു തലഭാഗം എടുത്തിട്ട് ഈ ഒരു സോൾജർ പുറത്തേക്ക് പോകുന്നത് വരെ അംബറിനെ കൂടാതെ ബാക്കിയുള്ള റിലേറ്റീവ്സിനൊക്കെ ആ ഒരു ഷാഡോയിൽ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല ഇതിന്റെ സൗണ്ട് ഈ വീട്ടിലെ ഇന്റർകോം ഉണ്ടല്ലോ അതിലൂടെ കേൾക്കാനും കഴിയുന്നുണ്ട്. ഇവാനയുടെ ശരീരം കൊണ്ടുപോകുന്നത് ഔട്ട് ഹൗസിലേക്കാണ്. മറുവശത്ത് ഈ ഒരു സോൾജർ ആണെന്നുണ്ടെങ്കിൽ ഇവാനയുടെ തലയെടുത്തിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കിണറ്റിലേക്കും ഇടുന്നുണ്ട്. ആംബർ ഇതെല്ലാം കാണുകയും റിലേറ്റീവ്സിന് ഇതൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇവരും ഈ ഒരു ഔട്ട് ഹൗസിലേക്ക് ഇപ്പൊ എല്ലാവരും കൂടി ചെല്ലുകയാണ്. ഇതേ സമയം കറന്റ് പോയത് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ അഗൂസും കൂടി ചേർന്നിട്ട് ആ ഒരു മെയിനിൽ ട്രിപ്പ് ആയത് മാറ്റാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ജനറേറ്റർ ഓണാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരും ഈ ഒരു ഔട്ട് ഹൗസിലേക്ക് എന്താണ് എല്ലാവരും പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കാര്യം നമ്മുടെ അഗൂസിന്റെ അടുത്ത് ആ ഒരു മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഈ ഒരു നിലവറയുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഇവാനയുടെ തലയില്ലാത്ത ശരീരത്തിന്റെ മുകളിലായിട്ട് ചളി പരട്ടിയിട്ട് അതൊരു സ്റ്റാച്യു പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു ചളിയുടെ ഉള്ളിലായിട്ട് യഥാർത്ഥത്തിൽ ഇവാനയുടെ ശരീരമുണ്ട്. ഇതെല്ലാം പോരാഞ്ഞ് അവൾക്ക് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇവാനയ്ക്ക് ഇഷ്ടമുള്ള ആ ഒരു പാട്ടും ആ ഒരു ഗ്രാമഫോണിൽ ഇയാൾ വെച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം അയാൾ അവിടെ നിന്ന് നൃത്തം ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു സോൾജറെ ഞാൻ നേരിടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു കുന്തവും എടുത്തിട്ട് പുറത്തേക്ക്, അതായത് ഈ ഒരു ബേസ്മെന്റിന്റെ പുറത്തേക്ക് അയാൾ നടന്നു പോവുകയാണ്. പക്ഷെ ആ ഒരു സോൾജേഴ്സ് വന്നിട്ട് അയാളെയും തീർത്തു കളഞ്ഞു. വീണ്ടും ഇവർ ഈ ബേസ്മെന്റിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു സ്റ്റാച്ചു അവിടെ തന്നെ ഉണ്ട്. ഇവരാകെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചിരിക്കുകയാണ് ആ ഒരു സ്റ്റാച്ചു. അങ്ങനെ അയാളെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പോകുമ്പോഴാണ് അഗൂസിനെ ഈ ഒരു സ്റ്റാച്ചു കൈക്കലാക്കുന്നത്. അതോടുകൂടിയിട്ട് അഗൂസിന്റെ തലയും ഈ ഒരു സ്റ്റാച്ചു വലിച്ചെടുക്കുകയാണ്. അതും ഭാര്യയായിട്ടുള്ള റെനയുടെ മുൻപിൽ വെച്ച്. അഗൂസിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഇവരെല്ലാരും കൂടി ഓടിയിട്ട് നമ്മുടെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാറിലേക്ക് കയറാണ്. പക്ഷേ ഈ ഒരു പ്രേതം വീണ്ടും അങ്ങോട്ടേക്ക് വരികയാണ്. ഈ കാറാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല. എല്ലാവരും പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറകിലായിട്ട് ഈ ഒരു പ്രേതം വന്നിട്ട് ഇവരെങ്ങനെ പേടിപ്പിക്കുകയാണ്. അതും തലയില്ലാത്ത പ്രേതം. പെട്ടെന്ന് തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രാൻഡ്മയെ ഡോറും തുറന്നുകൊണ്ട് ആ ഒരു പ്രേതം വലിച്ചഴച്ച് കൊണ്ടുപോവാണ്. എന്നിട്ട് അവരുടെ തലയും എടുക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആർദറും പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ അവനും കിട്ടി പണി. അവൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഗ്രാൻഡ്മയുടെയും തല ഇവരുടെ എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ച് ആ ഒരു തലയില്ലാത്ത പ്രേതം എടുക്കുകയാണ്. എന്നിട്ട് ഇവർക്കൊരു വാണിംഗ് എന്നുള്ള രീതിയിൽ വന്ന് പറയുന്നുണ്ട്, എനിക്കെന്റെ തല തിരിച്ചു താ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അകത്തേക്ക് പോയിട്ട് ആ ഒരു സ്റ്റാച്ചു എടുത്തു കൊണ്ടുവരിക. എന്നിട്ട് അത് വെട്ടിപ്പൊളിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയുക. അങ്ങനെയെങ്കിലും ചിലപ്പോൾ ഈ ഒരു പ്രേതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. അങ്ങനെ അതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് കോടാലിക്ക് വെച്ച് വെട്ടിയിട്ട് അത് കത്തിക്കാനായിട്ട് നോക്കി. പക്ഷെ പൂർണ്ണമായിട്ടും ആ ഒരു ദേഹം വേണമല്ലോ. കിണറ്റിനുള്ളിലായിട്ട് തല ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള ഉടലെല്ലാരും കൂടി ചേർന്നിട്ട് വെട്ടിപ്പൊളിച്ച് ആ ഒരു കിണറ്റിലേക്ക് ഇടുകയാണ്. എന്നിട്ട് തീപ്പെട്ടി നോക്കുമ്പോൾ തീപ്പെട്ടിയില്ല. അടുക്കളയിലേക്ക് തീപ്പെട്ടി എടുക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ മുത്തച്ഛനൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു തക്കത്തിന് വീണ്ടും ആ ഒരു പ്രേതം അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഡിക്കയും അതുപോലെ തന്നെ ഈ ഒരു ആംബറിനെയും കഴുത്തിന് പിടിച്ചേക്കാണ്. അപ്പോഴേക്കും നമ്മുടെ റീന ആ ഒരു പ്രേതത്തിനെ ഒരൊറ്റ വെട്ട് കോടാലി കൊണ്ട്. പക്ഷെ നമ്മുടെ ആംബറും ഡിക്കയും ആ ഒരു കിണറ്റിന്റെ ഉള്ളിലേക്ക് വീണുപോയി. അവിടെയാണെന്നുണ്ടെങ്കിൽ വെളിച്ചവും ഇല്ല. ഇടയ്ക്ക് ഇടിമിന്നൽ വെട്ടുമ്പോൾ ആ ഒരു വെളിച്ചം മാത്രമാണ് അവർക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അംബറിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കയ്യിലെന്തോ തടഞ്ഞു. നോക്കുമ്പോൾ ഇവാനയുടെ ആ ഒരു തലയോട്ടി ആയിരുന്നു അത്. പെട്ടെന്ന് അവളെ പ്രേതം വന്ന് പിടികൂടി. അവളുടെ തല എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഡിക്ക ആ ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ആ ഒരു തലയോട്ടിയും ഉടലും കത്തിച്ചു കളഞ്ഞു.
എന്തോ ഭാഗ്യത്തിനാണ് നമ്മുടെ ആംബർ രക്ഷപ്പെട്ടത്. കത്തി പിടിച്ചിട്ടും ഇവാന്യയുടെ പ്രേതം നമ്മുടെ ആംബറിന്റെ കഴുത്തിൽ നിന്ന് വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അസ്ഥിയുടെ കഷ്ണം എടുത്തുകൊണ്ട് നമ്മുടെ ആംബർ ഈ ഒരു പ്രേതത്തിനിട്ട് കുത്താനായിട്ട് ആരംഭിച്ചു. അതോടുകൂടിയിട്ട് ആ ഒരു പ്രേതം ഇല്ലാതായി. അപ്പോഴേക്കും ഇവരെ രക്ഷിക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള വാദി എന്ന് പറയുന്ന സ്ത്രീ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ടൗണിലേക്ക് പോയിരുന്നല്ലോ. പുള്ളിക്കാരി ഇപ്പോഴാണ് വരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരിയും ആകെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ എത്ര പേരാണ് ഒരു ദിവസം മരിച്ചത്? അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ആംബറും ഡിക്കിയും ഈ ഒരു വീട്ടിൽ നിന്ന് താമസം മാറുകയാണ്. അന്ന് പെരുന്നാൾ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫ്സും എല്ലാം തന്നെ നമ്മുടെ ആംബർ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൽ നിന്ന് 3 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ അവൾ കാണുന്നത്. അതിന്റെ പുറകിലായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവള് മുത്തശ്ശനോട് ചോദിച്ചു. അതിൽ ഡിനാസ്, എലിസബത്ത്, ഇവാന, അതായത് ഇവാനയ്ക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്. ഇവര് പോയിട്ടും കറന്റ് പോലും ഇല്ലാതെ ആ ഒരു ഇലക്ട്രിക് ഗ്രാമഫോൺ തനിയെ വർക്ക് ആവുന്നുണ്ട്. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.